സർ, നമ്മുടെ അഴീക്കോട് മണ്ഡലം ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, വളപട്ടണം ഉൾപ്പെടെയുള്ള. അതിൽ 16ഓളം ഏതാണ്ട് ഫ്ലൈവുഡ് ഇൻഡസ്ട്രി സ്ഥാപനങ്ങൾ വെസ്റ്റേൺ ഇന്ത്യ ലോങ് ഹിസ്റ്ററിയുള്ള അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്ലൈവുഡ് മേഖലയിലെ വ്യവസായ സ്ഥാപനമാണ്. സർ, ആ മേഖല അഭിമുഖീകരിക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സബ്മിഷൻ. 1985 ദ കേരള മുരിക്ക് ആൻഡ് ഫയർവുഡ് മൂവ്മെൻറ്റ് കൺട്രോൾ ഒരു ആക്ട് ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇതിനാവശ്യമായ അസംസ്കൃത മരങ്ങൾ, വിറകുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഫയർവുഡ് ഇതര സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനത്ത് ഇങ്ങോട്ടും വിറകുകൾ വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ യഥേഷ്ടം നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ ഫ്ലൈവുഡ് മേഖലയിലെ സ്ഥാപനങ്ങൾ പറയുന്നത് ഇപ്പോഴേ യഥേഷ്ടം വിറകുകൾ ഇതര സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ അത് തടയപ്പെടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ അസംസ്കൃത വസ്തു ലഭ്യമാവാത്തൊരു പ്രശ്നവും, ആയിരക്കണക്കിന് തൊഴിലാളികൾ അഴീക്കോട് മണ്ഡലത്തിൽ തന്നെ 16ഓളം സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 100 കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവർക്ക് ആവശ്യത്തിനായ അസംസ്കൃത മരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് ആ ഇൻഡസ്ട്രി ഇത് സാരമായിട്ട് ബാധിക്കുകയാണ്. അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വലിയ പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിർത്തികളിൽ ഇത് തടയാൻ ആവശ്യമായ കർശനമായ ഒരു നടപടിയും നിലപാടും സ്വീകരിക്കണമെന്നാണ് സാർ പ്രധാനമായി അവരുടെ അസോസിയേഷൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ ഈ സബ്മിഷനിലൂടെ നമ്മുടെ ഈ ഫ്ലൈവുഡ് മേഖല ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന, കേരളത്തിലാകെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവർക്ക് ആവശ്യമായ അസംസ്കൃത മരങ്ങൾ, ഫയർവുഡുകൾ അത് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇതര സംസ്ഥാനത്തേക്ക് നേരത്തെയുള്ള ഓർഡർ പ്രകാരം അത് തടയാവുന്ന ഒരു കാര്യമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സാർ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അഴീക്കോട് MLA ആ മേഖലയെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ 1985 ഉത്തരവ് പ്രകാരം വിറകുകൾ പുറമേക്ക് കൊണ്ടുപോകുന്നത് വിലക്കിയിരുന്നു. എന്നാൽ നിലവിൽ ആ ഉത്തരവ് പ്രാബല്യത്തിലില്ല. അതേസമയം 1982 മാർച്ച് 11 മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധം 2008 ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതനുസരിച്ച് വിറകിനത്തിൽ 15 ഇനങ്ങൾ ഒഴികെയുള്ളവ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യം സംബന്ധിച്ച് നമുക്ക് പ്രത്യേകമായി പരിശോധിക്കുകയും വ്യവസായ മന്ത്രി കൂടിയുള്ള സൗകര്യം ഉപയോഗിച്ച് ഒരു ചർച്ച നടത്തുകയും ജനങ്ങൾക്ക് പ്രയോജനകരമായ വിധത്തിൽ ആവശ്യമായ ഉത്തരവുകൾ നൽകുന്നതിന് ഗവൺമെൻറ് തയ്യാറാണ്.